ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ അരുമ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടി മഹാദൈവത്തിൻ്റെ കൃപകളെ വർണ്ണിപ്പാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കാൻ, വീണ്ടും ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മെ ദൈവിക പദ്ധതിയിൽ പാത്രീഭൂതരാക്കുന്ന ദൈവത്തിൻ്റെ കൈക്കീഴിൽ താണിരിപ്പാൻ കർത്താവ് പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾപ്പാൻ ഒരവസരം കൂടി ദൈവം നമുക്ക് ഭൂമിയിൽ തരികയാണല്ലോ. വചന കേൾവിക്ക് വേണ്ടി മനസ്സോടെ വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ദൈവാദി ദൈവവും കർത്താദി കർത്താവുമായ നമ്മുടെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നാം ഒരുമിച്ച് ദൈവവചന കേൾവിക്കായി ഒരുങ്ങുകയാണ്. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. അത് നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരമാകട്ടെ. മനസ്സിടിഞ്ഞിരിക്കുന്നവർക്ക് ധൈര്യം പകരട്ടെ. ക്രിസ്തുവിൽ നമ്മെ ശക്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. 104 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യം വായിച്ചുകൊണ്ട് കാര്യാദികളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 104 സങ്കീർത്തനം 9 വാക്യം. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് ദൈവം അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിർ ഇട്ടു. ഒന്നുകൂടെ പറയട്ടെ. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് ദൈവം അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിരിട്ടു. 104 സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത, ഭൂമിയെ സംരക്ഷണ ചെയ്യുന്ന, ഭൂമിയെ പുതുക്കിയെടുക്കുന്ന, ഭൂമിയെ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി തരുന്ന ദൈവത്തെയാണ് ഈ സങ്കീർത്തനത്തിനകത്ത് നമ്മൾ കാണാൻ കഴിയുന്നത്. ഏകദേശം ഭൂമിയെ കുറിക്കുന്ന 7 പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഈ 104 സങ്കീർത്തനത്തിനകത്തുണ്ട്. അതിലെ ഒരു കൊച്ചു ഭാഗമാണ് ഇന്ന് നാം ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നത്. വായിച്ച വാക്യത്തിനകത്ത് കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭൂമിയെ മൂടാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് കടന്നുകൂടാത്തൊരതിര് ദൈവം ഇട്ടു. പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പണ്ട് പുരാതന കാലത്ത് ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു. എത്ര കാലമാണ് അങ്ങനെ മൂടപ്പെട്ട് കിടന്നത് എന്ന് കൃത്യമായ കണക്കില്ല. ശാസ്ത്രം വലിയ കണക്കുകൾ പറയുന്നുണ്ട്. വേദപുസ്തകം ആ കണക്കുകൾ പറയുന്നില്ല. അതിനൊരു വ്യാഖ്യാനം ഞാൻ പറയാം. ഭൂമി വെള്ളത്തിനടിയിൽ കൂരിരുട്ടിൻ്റെ കീഴെ മുങ്ങിക്കിടന്നത് എത്ര കാലമാണെന്നുള്ളൊരു കണക്ക് തിരുവെഴുത്ത് നമുക്ക് തരാത്തതുപോലെ നിൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഷ്ടാത്മശക്തികൾ എത്ര കാലം നിന്നെ ഒതുക്കി വെച്ചു? വല്യപ്പച്ചൻ്റെ കാലം മുതലാണോ അതെയോ അതിനു മുമ്പാണോ? പരമ്പരാഗതമായിരിക്കുന്ന ശാപങ്ങൾക്കും പോരുകൾക്കും പോരാട്ടങ്ങൾക്കും വിധേയപ്പെട്ട് മനുഷ്യകുലത്തെ അഥവാ വ്യക്തിപരമായി നാം ഓരോരുത്തരെയും എത്ര കാലമായി ഈ പ്രശ്നം നമ്മെ മൂടിയിരിക്കുന്നു എന്നത് ദൈവം കണക്കെടുക്കുന്നില്ല. എന്നാൽ ദൈവം ഭൂമിയെ മുകളിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നീടുള്ളതിന് കൃത്യമായിട്ട് കണക്കുകളുണ്ട്. ഇന്ന് AD എന്നും BC എന്നൊക്കെ തിരിച്ചിരിക്കുന്നത് ദൈവം ഭൂമിയുടെ മേൽ പ്രവൃത്തി വെളിപ്പെടുത്തിയതിന് ശേഷമുള്ള കാലഘട്ടമാണ്. അതിന് കൃത്യമായ കണക്കുണ്ട്, അതിന് കൃത്യമായ നാളുകളുണ്ട്. അതിന് മുമ്പ് എത്ര കാലം നഷ്ടം വന്നു, എത്ര കാലം മുങ്ങിപ്പോയി, എത്ര കാലം പുറത്തു വരാതിരുന്നു, എത്ര കാലം അടച്ചിട്ടു, ഈ വക കാര്യങ്ങളിൽ കണക്ക് ദൈവം നോക്കുന്നില്ല. നിൻ്റെ വീഴ്ചയും നിൻ്റെ തകർച്ചയും നിൻ്റെ നഷ്ടവും നിൻ്റെ പ്രയാസവും ഇതൊന്നും ദൈവം നോക്കുന്നില്ല. വേദപുസ്തകത്തിൽ ചില കണക്കുകളുണ്ട്. 38 വർഷമായി കുളക്കരയിൽ കിടന്നവൻ, 12 വർഷമായി രക്തസ്രാവമുള്ളവൻ, അങ്ങനെ ഓരോ കണക്കുകളുണ്ട്. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം ഇന്ന് പറയുന്നു, നിൻ്റെ നഷ്ടങ്ങളുടെ കണക്ക്, നിൻ്റെ തകർച്ചയുടെ കണക്ക്, നീ എത്ര കൊല്ലമായി ഒതുങ്ങിക്കിടക്കുന്നു, എത്ര വർഷമായിട്ട് ഈ പ്രശ്നമുണ്ട്, എത്ര തലമുറയായിട്ട് ഇത് അനുഭവിക്കുന്നുണ്ട്, അതൊന്നും ദൈവത്തിന് വിഷയമല്ല. പഴക്കം ദൈവത്തിന് വിഷയമല്ല. ഏത് ശക്തിയാണോ പിടിച്ചൊതുക്കിയത് അതും ദൈവത്തിന് വിഷയമല്ല. മുമ്പോട്ടുള്ള ദൈവം തൊട്ടതിന് ശേഷം അതിൻ്റെ കണക്കുകൾ സ്വർഗത്തിലുണ്ട്. അവിടെ ഒരു കണക്ക് ഓപ്പൺ ചെയ്യുകയാണ്, അവിടെ ഒരു കണക്ക് പുസ്തകം തുറക്കപ്പെടുകയാണ്. എന്നതുപോലെ ദൈവസന്നിധിയിൽ ഇന്ന് പകരക്കാലം ഞാൻ പറയാം, കർത്താവ് നമ്മെ തൊട്ടതിന് ശേഷം, അഥവാ ദൈവം നമ്മെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഇരുണ്ട മേഖലയിൽ നിന്നും വെളിച്ചത്തിലേക്കും ക്രിസ്തുവിലേക്കും ക്രിസ്തുവാകുന്ന പാറയിലേക്കും നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം ഓരോ ദിവസത്തിനും കണക്കുണ്ട്, ഓരോ പ്രവൃത്തിക്കും കണക്കുണ്ട്. ഞാനത് പറഞ്ഞുകൊണ്ട് ഈ വാക്യത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്.
വെള്ളം കൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്ന ഭൂമിയെ സർവശക്തനായ ദൈവം മുകളിൽ കൊണ്ടുവന്നു. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിലെ പല പല ഭാഗത്ത് പറയുകയും പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. 6-ാം വാക്യം മുതലാണ് 104-ാം സങ്കീർത്തനത്തിൽ ഈ ഭാഗം പറയുന്നത്. ദൈവം അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴി കൊണ്ട് അഥവാ വെള്ളം കൊണ്ട് മൂടി. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അവ ദൈവത്തിൻ്റെ ശാസനയാൽ ഓടിപ്പോയി. ദൈവത്തിൻ്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു. മലകൾ പൊങ്ങി, താഴ്വരകൾ താണു. ദൈവം അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ആ വാക്ക് മുതൽ ശ്രദ്ധിച്ചോളണം. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ശാസനയാൽ നൂറ്റാണ്ടുകൾ കാലങ്ങളോളം മൂടപ്പെട്ട് കിടന്ന വെള്ളത്തെ സ്വർഗത്തിലെ ദൈവം അതിന് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ആ വാക്കൊക്കെ ഞാൻ ഗംഭീരമായിട്ടാണ് ചിന്തിക്കുന്നത്. പ്രശ്നങ്ങൾക്ക്, വെള്ളങ്ങൾക്ക്, മൂടപ്പെട്ട പ്രതികൂലങ്ങൾക്ക് അതതിന് നിശ്ചയിച്ച സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് അത് പൊക്കോളണം. ദൈവം നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. അടുത്ത വാചകമാണ്, പിന്നെ അത് ഭൂമിയെ മൂടാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് ദൈവം കടന്നുകൂടാത്ത ഒരതിരിട്ടു. ഈ വാക്കുകൾ വായിച്ചുകൊണ്ട് നമുക്കുള്ള ദൈവത്തിൻ്റെ ദൂത് ഞാൻ പറയട്ടെ. നിൻ്റെ വീട്ടിൽ സ്ഥാനമില്ലാത്ത, നിൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ലാത്ത പലതിനെയും ഇന്ന് ദൈവം അതതിൻ്റെ സ്ഥാനത്തേക്ക് പറഞ്ഞു വിടണം. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതായിരിക്കും. അല്ല, ഞാൻ കുറച്ചുകൂടെ തെളിച്ച് പറയാം. ദുരാത്മാവിനും ദുർഭൂതങ്ങൾക്കും അന്ധകാരശക്തിക്കും നിൻ്റെ വീട്ടിൽ എന്താ കാര്യം? രോഗത്തിനും രോഗാത്മാവിനും നിൻ്റെ ശരീരത്തിൽ എന്താ കാര്യം? അത് അതിന് നിശ്ചയിച്ച സ്ഥലത്തേക്ക് പോട്ടെ. അതതിന് നിശ്ചയിച്ച സ്ഥലത്തേക്ക് പോട്ടെ. അത് നിൻ്റെ ശരീരത്തിലോ, നിൻ്റെ മനസ്സിലോ, നിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലോ, നിൻ്റെ വീട്ടിലോ, നിൻ്റെ ബിസിനസ്സിലോ, നിൻ്റെ സ്ഥാപനത്തിലോ, നിൻ്റെ ആത്മീയത്തിലോ, നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തോ ഇതിനെന്ത് സ്ഥാനം? അവയ്ക്കിവിടെയൊന്നും പ്രവേശനം പോലും ഇല്ല. അവയുടെ സ്ഥാനമല്ലിത്. ഈ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ സ്ഥാനത്തേക്ക് പൊക്കോളണം. അനുവദിക്കപ്പെടാത്തൊരു സ്ഥലത്തും ഇവയൊന്നും കാണരുത്. ഇന്ന് ആ വാക്കിനെ ഗൗരവമായിട്ടെടുക്കുക. ഒരു കോംപ്രമൈസിന് തയ്യാറാകരുത്. നമുക്ക് ഒരു സ്ഥാനം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏലിയാവിനോട് ദൈവം ചോദിച്ചത്, നിനക്കിവിടെ എന്ത് കാര്യം? നീ ഇവിടെ കിടക്കേണ്ടവനല്ല. കുളക്കരയിൽ 38 വർഷം കിടന്ന മനുഷ്യൻ അവിടെ കിടക്കേണ്ടവനല്ല. അവനെ ദൈവം എഴുന്നേൽപ്പിച്ചു. കിടക്കെടുത്ത് പോകാൻ പറഞ്ഞു. ശവക്കോട്ടയിലും ശവക്കല്ലറയിലും നാളുകളോളം കിടന്നുറങ്ങിയ ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനോട് കർത്താവ് ചെന്നിട്ട് പറഞ്ഞു, നീ ഇവിടെയല്ല കിടക്കേണ്ടത്. ഒരു മനുഷ്യൻ ശവങ്ങളുടെ കൂടെ ശവക്കോട്ടയിലാണ് കിടക്കേണ്ടത്. നിനക്ക് വീടില്ലേ? നിനക്ക് കുടുംബമില്ലേ? നീ ആരുടെ കൂടെ ഉറങ്ങേണ്ടവനാ? നീ ആരുടെ കൂടെ കിടക്കേണ്ടവനാ? നീ ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്. ദൈവനെ എഴുന്നേൽപ്പിച്ചു. അപ്പം മനുഷ്യനോടുള്ള ബന്ധത്തിൽ സ്വർഗസ്ഥനായ ദൈവം അവരവർക്കൊരു സ്ഥാനം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ദുഷ്ടശക്തികൾക്കും പ്രശ്നങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും പ്രശ്നം ഉണ്ടാക്കുന്നവർക്കും പ്രതിസന്ധിയുടെ പുറകിലെ ദുരാത്മാക്കൾക്കും ഇതിൻ്റെയൊക്കെ തലവനായിരിക്കുന്ന സാക്ഷാൽ പിശാചിനും അതിനൊക്കെ ഏതോ കോണിൽ എവിടെയോ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, എൻ്റെ വീട്ടിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിനകത്ത് ഈ പറയപ്പെടുന്ന ദുഷ്ടശക്തികൾക്കൊരു സ്ഥാനമില്ല. ഞങ്ങളുടെ വീട്ടിലെ ഒരു കസേരയിലും ഒരു സെറ്റിയിലും ഈ പിശാചിന്, ഈ ദുഷ്ടശക്തിക്ക് സ്വൈര്യം കെടുത്തുന്ന, സമാധാനം ഖനിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെ ഒരു കൊരണ്ടിപ്പലകെ പോലും ഇരിക്കാൻ സ്ഥാനമില്ല. അവിടെയല്ല അതിൻ്റെ സ്ഥാനം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത് അതിൻ്റെ സ്ഥാനത്തേക്ക് പോകണം. പിന്നെ അത് മടങ്ങി വരികയും ചെയ്യരുത്. ഇവിടെ ഭൂമിയെ മൂടാൻ വേണ്ടി കാലങ്ങളോളം മൂടിക്കിടന്ന വെള്ളത്തെയാണ് പറയുന്നത്. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകലക്കാലം വ്യാഖ്യാനിക്കുന്നു, മൂടിക്കിടന്ന, ഒതുക്കിയിട്ടിരുന്ന, നിന്നെ പുറത്തു കൊണ്ടുവരാതിരുന്ന, നിന്നെ കരയിപ്പിച്ചുകൊണ്ടിരുന്ന, നിന്നെ പൊതുജനസമക്ഷം വരുത്താതിരുന്ന, നിന്റെ സന്തോഷവും സമാധാനവും പുറത്തു കൊണ്ടുവരാതിരുന്ന, നിന്നെ എവിടെയോ മൂടിയിട്ടിരുന്ന വിഷയത്തെ ദൈവം തമ്പുരാൻ നിന്നെ പൊക്കിയെടുത്തിട്ട് ആ വിഷയങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം പുറകോട്ടടിക്കുകയാണ്. പാപത്തിന് വിശുദ്ധനിൽ എന്താ സ്ഥാനം? നമ്മളിലാണോ അതിൻ്റെ സ്ഥാനം? അല്ലല്ലോ. അതിനെ ദൈവം നമ്മളിൽ നിന്ന് മോചിപ്പിച്ചു, നമ്മളെ അതിൽ നിന്ന് മോചിപ്പിച്ചു. ഇനി അത് മടങ്ങി വരരുത്. വിട്ടുപോയ പാപങ്ങൾ, വിട്ടുപോയ തെറ്റുകൾ
ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച സകല ലംഘനങ്ങളും അതിനി മടങ്ങി വരരുത്. അത് അതിൻ്റെ സ്ഥാനത്തേക്ക് പോട്ടെ. പാപത്തെക്കുറിച്ചൊക്കെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് അതിനിട്ട് കളഞ്ഞു. ഇനി അത് പതുക്കെ പിടിച്ച് കയറി തുഴഞ്ഞു കയറി വീട്ടിലേക്കും ജീവിതത്തിലേക്കും ഒറ്റയ്ക്കിരിക്കുമ്പോൾ കാലും നീട്ടി ചുമ്മാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കും ഇഴഞ്ഞു കയറരുത്. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് മറഞ്ഞു കിടന്ന ഈ വാക്യങ്ങൾക്കിടയിൽ അടിയിൽ മറഞ്ഞു കിടന്ന ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നു. മടങ്ങി വരരുത്. നിന്നെ ചില വിഷയത്തിൽ നിന്ന് വിടുവിച്ചതാണ്, നിന്നെ ചില തെറ്റുകളിൽ നിന്ന് വിടുവിച്ചതാണ്, നിന്നെ ചില പാപങ്ങളിൽ നിന്ന് വിടുവിച്ചതാണ്, നിന്നെ ചില പാപ സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിച്ചതാണ്, ചില കൂട്ടുകെട്ടുകളിൽ നിന്ന് വിടുവിച്ചതാണ്, ചില ആളുകളെ നിന്നിൽ നിന്ന് അകറ്റിയതാ ദൈവം. ഇനി അത് മടങ്ങി വരരുത്. ചുമ്മാ ഫോൺ ചെയ്തും മെസ്സേജ് അയച്ചും അതിനെ ഒന്നും മടക്കി വരുത്തരുത്. ജീവിതം നശിക്കും. അതിരിട്ട വിഷയങ്ങൾ ഇനി മടങ്ങി വരരുത്. നിന്നെ തിരിച്ചു വന്ന് മൂടരുത്. ദൈവം വിടുവിച്ച വിഷയങ്ങൾ ശ്രദ്ധിച്ചോളണം. അതിരിട്ട വിഷയങ്ങൾ ഇനി അതിര് കടക്കാൻ അനുവദിക്കരുത്. പാപം, രോഗം, ലംഘനം, ദുഷ്ടശക്തികൾ, ദുരാത്മാക്കൾ, ഇതിനെല്ലാം ദൈവം അതിര് കടത്തി വിട്ടതാ, ഓടിച്ചതാ. ഇനി മടങ്ങി വരരുത്. ഞാൻ അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഇങ്ങനെ പറയാം: ദൈവം അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് അത് പോട്ടെ. നമുക്കതറിയണ്ട. നമ്മളിലേക്കത് മടങ്ങി വരരുത്. നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരരുത്. കുടുംബജീവിതത്തിലേക്ക് മടങ്ങി വരരുത്. ബിസിനസ്സിലേക്കും വരുമാനത്തിലേക്കും സമ്പത്തിലേക്കും അത് മടങ്ങി വരരുത്. മക്കളിലേക്കും മക്കളുടെ കുടുംബങ്ങളിലേക്കും അത് മടങ്ങി വരരുത്. കൊച്ചുമക്കളിലേക്ക് അത് മടങ്ങി വരരുത്. ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ കൂട്ടായ്മയിലേക്ക് അത് മടങ്ങി വരരുത്. വരാതിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അവയ്ക്ക് കടന്നുകൂടാൻ കഴിയാത്തൊരതിരിട്ടു. ആ അതിര് കടന്ന് ഇനി വിഷയങ്ങൾ കയറി വരരുത്. 2024 ആദ്യത്തെ 10, 11, 12 ദിവസങ്ങൾ പിന്നിട്ടു. ഇപ്പോൾ ദൈവസന്നിധിയിൽ ഈ വാക്കുകളൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് വിഷയങ്ങൾ എന്നിൽ നിന്ന് ദൈവം ഒഴിവാക്കിയതാണ്, എന്നെ രക്ഷിച്ചതാണ്, എന്നെ അതിൽ നിന്നെല്ലാം കർത്താവ് പിടിച്ചോണ്ട് വന്നതാണ്. എന്നിട്ട് എന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന വിഷയത്തോട് ദൈവം കൽപ്പിച്ചു, അതിരിട്ട് പറഞ്ഞു, തിരിച്ചു വരരുത്, എൻ്റെ കുഞ്ഞിനെ തുടരുത്, എൻ്റെ കുടുംബത്തിൽ കയറരുത്, അവർ ജീവിക്കട്ടെ, എനിക്ക് വേണ്ടി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വർഗം അതിരിട്ട് നിർത്തിയിരിക്കുന്ന വിഷയമൊന്നും തിരിച്ച് കയറാൻ കൂട്ടു നിൽക്കരുത് കേട്ടോ. എല്ലാവരോടും കൂടി പറയുക, പിന്നെ തിരിച്ചു കയറരുത്. സമാധാനം ദൈവം തന്നതാ, സ്വസ്ഥത ദൈവം തന്നതാ. സമാധാനക്കേടിനെ ദൈവം അതിന് നിശ്ചയിച്ച സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. അതിൻ്റെ പുറകിൽ വ്യാപരിച്ച ദുഷ്ടാത്മാവിനെയും അതിൻ്റെ പുറകിൽ കളിച്ച ചില വ്യക്തികളെയും അവരെ നമ്മിൽ നിന്നും നമ്മുടെ മുമ്പിൽ നിന്നും ദൈവം അതിന് സ്ഥാപിച്ച സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. ഇനി അതൊന്നും തിരിച്ചു വരരുത്, തിരിച്ചു വരുത്തരുത്. കണ്ണും കയ്യും കാണിച്ച് ചുമ്മാ വാലും തലയും കാണിച്ച് അതിനെ തിരിച്ചു കൊണ്ടുവരരുത്. ദൈവം അതിരിട്ടത് അതിരിനപ്പുറം നിൽക്കട്ടെ. ഒരു വാക്കുപോലും, അതിരിട്ടതിനപ്പുറം കിടക്കുന്നൊരു വാക്കുപോലും കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ നിൻ്റെ വായിൽ വരരുത്. നമുക്ക് സൂക്ഷ്മതയോടെ ജീവിക്കാം. അതിരിനപ്പുറം നിൽക്കേണ്ടതെല്ലാം അവിടെ നിൽക്കട്ടെ, ഇപ്പുറ കിടക്കരുത്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം. തിരുവെഴുത്ത് വായിച്ചപ്പോൾ കിട്ടിയ സ്വർഗത്തിൻ്റെ മണിമുത്തുകൾ ദൈവാത്മാവിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പങ്കുവെച്ചു. നാഥ, ഞങ്ങളെ സ്നേഹിച്ച് എത്രയെല്ലാം കാര്യമാണ് ദൈവം ചെയ്യുന്നത്. ഞങ്ങളുടെ ജീവിതം തകർന്നു പോകേണ്ടതായിരുന്നു, മുടിഞ്ഞു പോകേണ്ടതായിരുന്നു. അതുപോലെ പ്രശ്നങ്ങൾ ഞങ്ങളെ മൂടിയിരുന്നു. ഈ അടുത്ത കാലത്ത് അവയെ ഓരോന്നിനെയും കല്ല് പെറുക്കിക്കളഞ്ഞതുപോലെ പെറുക്കിക്കളഞ്ഞു. അതതിന് വെച്ചിരുന്ന സ്ഥലത്തേക്ക് അതിനെ പറഞ്ഞയച്ചു. ഞങ്ങളുടെ വീട്ടിലോ ഞങ്ങളുടെ ജീവിതത്തിലോ ഞങ്ങളുടെ ആത്മീക സാഹചര്യത്തിലോ അതിനൊന്നും ഇരിപ്പിടമില്ല, ഇടമില്ല. അതിനെ പറഞ്ഞയച്ചു. പിശാചിന് ഇടം കൊടുക്കരുത് എന്ന വാക്യം കൂടി ഞങ്ങൾ ഓർക്കുന്നു. ഇല്ലപ്പാ, ഞങ്ങളുടെ ഇടയിൽ അതിന് സ്ഥാനമില്ല. ജഡത്തിനും ജഡപ്രവൃത്തിക്കും ലോകത്തിനും ലോകമോഹത്തിനും പാപത്തിനും പാപ സാഹചര്യത്തിനും ഞങ്ങളുടെ ഇടയിൽ സ്ഥാനമില്ല. ദൈവം അതിരിട്ടല്ലോ, ഇനി അതിര് കടക്കരുത്. ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാനുള്ള കൃപ കൂടി തരണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.